അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ആളുകളെ കണ്ട് എങ്ങനെയും നമുക്ക് ഈ മത്സരം ഇവിടെ നടത്തണം, അവരെ ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ആ ശ്രമം ആണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഏതാണ്ട് 2-3 മാസക്കാലമായിട്ട് വിവിധ ആളുകളെ പോയി കണ്ട്, അതുപോലെ തന്നെ നമുക്കറിയാം അവിടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഈ മത്സരം നടക്കുമ്പോൾ നമ്മുടെ ഗിന്നസ് പക്രുവിനെ കൊണ്ട് തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണം. കാരണം നമുക്കറിയാം ഗിന്നസ് പക്രു ഇന്ന് എല്ലാവരും അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിലിം ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് നോക്കി ഒരു ദിവസം ഡേറ്റ് ചോദിച്ചു, ആ ഡേറ്റ് കിട്ടിയില്ല. തീയതി വീണ്ടും മാറ്റി ഇന്ന് ഈ പറഞ്ഞ ഡിസംബർ 16 മാറ്റി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് അനുസരിച്ച്. അപ്പോൾ നമുക്കെല്ലാം വളരെ അഭിമാനമുണ്ട് ഗിന്നസ് പക്രു ഈ പരിപാടിയിൽ പങ്കെടുക്കുക. അദ്ദേഹത്തിന് വേണ്ടിയാണ് ആ തീയതി നമ്മൾ മാറ്റിവെച്ചത്. അപ്പോൾ ഈ യെൻസ് ടൈംസ് ന്യൂസ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ വിവിധ മേഖലകളിലുള്ള ആളുകളെ പോയി കണ്ട്, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ആളുകളെ കണ്ട് സാമ്പത്തികം ഉണ്ടാകണമായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ത്യാഗമെല്ലാം അവർ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ യെൻസ് ടൈം ന്യൂസ് 1.5 വർഷക്കാലമായിട്ട് തുടങ്ങിയുള്ള ആ ഓൺലൈൻ ചാനൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ അതിരമ്പുഴ ഏറ്റുമാനൂർ പ്രദേശങ്ങളിലുള്ള ഏത് പ്രാദേശിക വാർത്തകൾ നമുക്ക് ഇന്ന് അറിയാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് യെൻസ് ടൈംസ് ന്യൂസ്. ഇവര് ഈ അതിരമ്പുഴ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പേഴ്സിനെ ടീമായി ക്രമീകരിച്ചു. 2 ടീമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ടീമുകളായി ക്രമീകരിച്ചു. ഇവിടെ ഈ അതിരമ്പുഴ പള്ളിയുടെ ഈ മൈതാനത്ത് ഒരു ഫുട്ബോൾ മത്സരം, സൗഹൃദ മത്സരം, പക്ഷേ അത് മത്സരമാണ്. ആ മത്സരം നടത്തുവാൻ തയ്യാറായപ്പോൾ പഞ്ചായത്ത് ജനപ്രതിനിധികളെ മാത്രമല്ല അവർ കണ്ടുപിടിച്ചത്, പള്ളികളിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെയും പള്ളി ടീം എന്ന പേരിൽ കണ്ടുപിടിക്കുകയും അവരിൽ കുറേ കാലമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഈ കഴിവുകൾ ഈ അടുത്ത കാലത്തൊന്നും പരിശീലനമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഏതാണ്ട് മന്ദഗതിയിലായിരിക്കുന്ന അവിടെയും വിളിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തി ടീമാക്കി പരിശീലനം കൊടുത്ത് ഇന്ന് ഈ മൈതാനത്തേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ തലങ്ങളിലൂടെ ആളുകളെ വ്യക്തിത്വങ്ങളിൽ ഈ മൈതാനത്ത് അണിനിരത്തുവാൻ ഈ യെൻസ് ടൈംസിന് സാധിച്ചു എന്നുള്ളത് അവരെ അനുമോദിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് കൈയടികളോടെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സ്പോർട്സ് ക്ലബ്ബ്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഫൗണ്ടർ ശ്രീ ഖാലിദ് ഇത് ആരംഭിക്കുന്ന സമയം തന്നെ എന്നോട് എത്തണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ ഷൂട്ടിംഗ് പരിപാടികളിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോഴും ആദ്യം പറഞ്ഞ ഡേറ്റ് മാറ്റിയിട്ട് രണ്ടാമത് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ എത്തണമെന്ന് സ്നേഹപൂർവ്വം ശ്രീ നൈവിൻ എന്നെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് സ്വീകരിച്ചത്. കാരണം എനിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു ലിറ്റിൽ പീപ്പിൾസിൻ്റെ ഈ ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമാകുക ഏതെങ്കിലും ഒരു തരത്തിൽ. പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ പരിപാടിയെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ചാനലുകൾക്ക് കേരളത്തിലധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരുപാട് ചാനലുകളുണ്ട്. എന്നാൽ കുറേ നല്ല ഉദ്ദേശത്തോടു കൂടി ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൻപുറങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രദേശത്ത് ചാനലുകൾ ധാരാളമുണ്ട് എങ്കിൽ പോലും നമ്മുടെ അക്ഷരനഗരിക്ക് കോട്ടയം ജില്ലയിൽ ഇതിനോടകം തന്നെ വളരെ വ്യത്യസ്തമായ കാഴ്ചയോടുകൂടി ഒരുപാട് നല്ല വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യെൻസ് ടൈംസ് ന്യൂസിന് ഇതിനോടകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. നാടിന് ഉപകാരപ്രദമാകുന്ന പല കാര്യങ്ങൾ, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ നിരന്നു നിൽക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ? 18 വ്യക്തിത്വങ്ങൾ. ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബ് ഏകദേശം തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു കോൺസെപ്റ്റ് വന്നതാണ്, ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുത്തൂടെ. ആദ്യം 4 പേരടങ്ങുന്ന ഒരു ടീമായിരുന്നു നമ്മൾക്ക് ഉണ്ടായത്. അന്ന് നമ്മൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് പോയ സമയത്ത് ഏകദേശം 8ഓളം മെഡലുകൾ നമ്മൾക്ക് കിട്ടി. രണ്ടാമത്തെ വർഷമായ സമയത്ത് നമ്മൾ ആ മെഡലിൻ്റെ കൗണ്ട് മാറ്റി ഏകദേശം 29ഓളം മെഡലുകൾ നമ്മൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്.
നമ്മളിവിടെ ഫുട്ബോൾ മാത്രമല്ല, ഫുട്ബോള്, പവർ ലിഫ്റ്റിംഗ്, ബോഡി ബിൽഡിംഗ്, സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, അങ്ങനെ നിരവധി മേഖലകളിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഞങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു വേൾഡ് കപ്പ്. വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 3 മാസത്തോളം സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ഇങ്ങനെ മാക്സിമം കറങ്ങി നോക്കി, ഗവൺമെൻറ് സൈഡിൽ പോയി നോക്കി. പക്ഷെ നമുക്ക് അതിനൊന്നൊരു ചാൻസ് കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കോട്ടയത്ത് നിന്ന് റോബിൻ ചേട്ടൻ്റെ ഒരു കോൾ. സാറേ, നമുക്കൊരു ഇവന്റ് നടത്തിക്കൂടെ? ഞാൻ പറഞ്ഞു ഓക്കെ, ഇവന്റ് നടത്താം. അങ്ങനെ എന്നെ കാണേണ്ടിയിട്ട് ഇവിടെ വന്ന 2 ആൾക്കാരാണ്. ഒന്ന് ഷൈജു ചേട്ടനും പിന്നെ ലേബിൻ ചേട്ടനും. എൻ്റെ ഓഫീസിൽ വന്ന് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ നിരന്തരം കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വതവേ ഒരു ഇവന്റ് നടത്തുന്ന സമയത്ത് ഭയങ്കര ടെൻഷനാണ് എനിക്കായിരുന്നു ടെൻഷൻ. ഇവരെ കൊണ്ടുവരണം, ഇവരുടെ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ കോട്ടയത്തെ ഇവന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കൊരു ടെൻഷനും ഉണ്ടായിട്ടില്ല. ഞാനൊരു കാര്യം അറിയേണ്ട വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇവരെ കൂടി ഇവിടെ വരാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നെയ്ബിൻ ചേട്ടൻ്റെയും അതേപോലെ തന്നെ ഷൈജു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഓൾറെഡി 3:30 കഴിഞ്ഞു. ഇപ്പം കുറച്ച് ലേറ്റായി പോയി. അപ്പം അതുകൊണ്ട് കൂടുതൽ പ്രസംഗിച്ച് ഇതാക്കുന്നില്ല. നമ്മുടെ അധ്യക്ഷ പ്രസംഗം ചെയ്ത സജിതടത്തൽ സാറിനും നമ്മുടെ വികാരിച്ചനും ജോസഫ് മുദ്രത്തിലച്ഛനും ഇവിടെ വേദിയിലിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്തിയതിന് എല്ലാ രീതിയിലുള്ള ഞാൻ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ ലിറ്റിൽ പീപ്പിൾസിലെ താരങ്ങൾക്കും ഇതിന് അവരുമായിട്ട് മത്സരിക്കാൻ തയ്യാറായ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവർക്കും, പിന്നെ നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരുടെ ഒരു ടീമുണ്ട്, അവരും നല്ല രീതിയിൽ ഇതിനെ കണ്ട് നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി. അവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും കൂടി എത്തിച്ചേർന്ന് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ മത്സരം ആരംഭിക്കാം. വികാരിശൻ ഒരു കിക്ക് ഓഫ് എടുത്തുകൊണ്ട് നമുക്ക് ഈ മത്സരം ആരംഭിക്കാം. നമ്മളുടെ ഈ മാമാങ്കം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട അതിഥി നല്ല രീതിയിൽ ബോൾ സേവ് ചെയ്തിരിക്കുന്നു. അതിരമ്പുഴ പള്ളി ടീം ചുവന്ന ജേഴ്സിയിൽ നടന്നിരിക്കുന്നവരും വൈറ്റ് ആൻഡ് മെറൂൺ ഗ്രീൻ കളർ നടന്നിരിക്കുന്ന ജേഴ്സിയിൽ നടന്നിരിക്കുന്ന ലിറ്റിൽ പീപ്പിൾസ് ടീമുകളുമാണ് ഇപ്പോൾ കോർട്ടിൽ നടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛൻ വികാരി അച്ഛൻ ടീമുകളെ പരിചയപ്പെടുന്നു. മത്സരം തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ കായിക പ്രേമികൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും കാണികളായ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് നമ്മൾ ബോൾ പന്തുകളി ആരംഭിച്ചിരിക്കുന്നു. നല്ലൊരു ഗോളടിക്കാനുള്ള സാഹചര്യം അതിരമ്പുഴ പള്ളി ടീം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു.
ഗോൾ. അതിരമ്പുഴ പള്ളി ടീം ഒരു ഗോൾ നേടിയിരിക്കുന്നു. ഈ ഗ്രൗണ്ടിന്റെ തെക്കുവശത്ത് നിൽക്കുന്നവർ ലൈനിൽ നിന്ന് അല്പം പുറകോട്ട് മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. രണ്ടാമത് ഗോളും അതിരമ്പുഴ പള്ളി ടീം നേടിയിരിക്കുന്നു. നല്ലൊരു അവസരം അതിരമ്പുഴ ടീം പാഴാക്കിയിരിക്കുകയാണ്. മത്സരത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ പുറകോട്ടല്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ നമ്മുടെ കൊച്ചു പയ്യൻ മൈതാനം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 5-നെതിരെ 2 ഗോളുകൾക്ക് നമ്മുടെ സഹോദരന്മാർ 2 ഗോൾ നേടി. അതിരമ്പുഴ പള്ളി ടീം 5 ഗോളുകൾ ലഭിച്ചു. 2 കളിക്ക് 5 ഗോളുകൾക്ക് അതിരമ്പുഴ പള്ളി ടീം വിജയിച്ചിരിക്കുന്നു. ഇതാ നമ്മുടെ കൊച്ചു മൈതമായ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് ടീമിനെ അമ്പരപ്പിച്ചുകൊണ്ട് ഇതാ
പഞ്ചായത്ത് ടീമിന് അനുകൂലമായ ഒരു ത്രോ. ഇതാ നമ്മുടെ മുന്നേറിക്കൊണ്ട് ഇത് പഞ്ചായത്ത് ടീമിന് എതിരായി യങ്ങേഴ്സ് ടീം ഒരു കിക്ക് എടുക്കുന്നു. പഞ്ചായത്ത് ടീമിനെ അമ്പരപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു പയ്യന്മാർ പഞ്ചായത്ത് ടീമിനെതിരായി ഇതാ ഒരു ഗോൾ ലഭിച്ചിരിക്കുന്നു. ഞങ്ങളും പുറകോട്ടല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പം എന്നുള്ള വാശിയോടുകൂടി ഒന്നേ രീതിയിൽ നമ്മുടെ കളി മുന്നോട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ആരും പുറകോട്ടല്ല, ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ഒരു വാശിയല്ല, ഇതൊരു സൗഹൃദ മത്സരം കൂടിയാണ്. ഈ മത്സരത്തിൽ നമ്മുടെ പയ്യന്മാർ ഒരിക്കലും ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന വാശിയോടുകൂടി ഇതാ മുന്നോട്ട് അടുത്ത ഗോളിൽ തന്നെ പണം വരുന്നുണ്ട്. പഞ്ചായത്ത് ടീമിനെതിരായുള്ള ഒരു കിക്ക് എടുക്കുകയാണ്. വിജയമോ പരാജയമല്ല, നമ്മുടെ കൊച്ചു പയ്യന്മാർക്കുള്ളൊരു പ്രോത്സാഹനമാണ് ഈ ടൂർണമെന്റ്. ഞങ്ങൾ പുറകോട്ടല്ല, ഇതാ നമ്മുടെ പഞ്ചായത്ത് ടീമിനെതിരായി നമ്മുടെ കൊച്ചു പയ്യന്മാർ അടുത്ത ഗോൾ നേടിയിരിക്കുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് നമ്മുടെ പയ്യന്മാർ ഞങ്ങൾ മുന്നേറിയിരിക്കുകയാണ്. കളിയുടെ അവസാന ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും പഞ്ചായത്ത് ടീം അംഗങ്ങളെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ട് മുന്നേറുമ്പോഴും ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ലെന്ന വാശിയോടുകൂടി നമ്മുടെ യങ്ങേഴ്സ് ടീം മുന്നേറുകയാണ്. ഈ
ഇതാ നമ്മുടെ കളി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ കളിയിൽ യങ്ങേഴ്സ് ടീം 1-2 ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഓക്കെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുർബാന കാണുമോ? നീങ്ങി ഓൾ കളിക്ക്. Foul. Pas. ഇങ്ങനെ ഒരു ഫുട്ബോൾ മാമാങ്കം ഇവിടെ നടത്തുവാൻ അവസരമൊരുക്കി തന്ന അതിരമ്പുഴ പള്ളി കമ്മിറ്റിക്കും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും നന്ദി. ഇന്ന് ഈ മത്സരം ഇവിടെ നടത്തുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണവും ചെയ്തുകൊണ്ട് ഈ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഹൃദയമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അത്യന്തം വാശിയേറിയ ഈ മത്സരത്തിന്റെ ഫൈനൽ മത്സരം ഈ ഗ്രൗണ്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഈ മത്സരത്തിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ള അത്യന്തം വാശിയോടെയുള്ള ഈ മത്സരം
മത്സരം കാണുവാനും കാണികളെ പ്രോത്സാഹിപ്പിക്കുവാൻ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുവാനും കാണികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിതിനല്ലേ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞേ കിക്കിൽ ഒറ്റ കിക്കിൽ അവൻ്റെ തന്നെയല്ല ഭയങ്കര നല്ലപോലെ ബോളിന് വേണ്ടിയേ ട്രൈ ചെയ്യുന്നു. അവൻ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ടീമിന് കിട്ടിയ നല്ലൊരു അവസരം ഇപ്പോൾ പഴയുകയാണ്. അതിരപ്പുഴ പഞ്ചായത്ത് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ആത്മധൈര്യത്തോടുകൂടി നമ്മുടെ ഇംഗ്ലീഷ് ടീം മുന്നോറുമ്പോൾ അതിരപ്പുഴയുടെ മുന്നിലേക്ക് അതിരപ്പുഴ ടീം തന്നെ വിജയിക്കുമെന്നുള്ള വാശിയോടെ അതിരപ്പള്ളി ടീം മുന്നേറുമ്പോൾ ഒരു ഇതാ ഇംഗ്ലീഷിനെതിരെ അതിരപ്പുഴ ടീം നേടിയിരിക്കുന്നു. സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മുമ്പത്തെ ഓപ്പല്ലേ ിക്കുന്ന ഈ ഫുട്ബോൾ വരും നാളുകളിലും നല്ല രീതിയിൽ പുരോഗമിക്കാനിടയുള്ള എല്ലാ സാഹചര്യവും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറ
ബ്ലോക്ക് നേടിയിരിക്കുന്നു. നല്ല കട്ടിങ് നല്ല കളി അത് കുറച്ച് ബോൾ കൺട്രോളും ഉണ്ട്. ഇവരുടെ ഒരു അസാധ്യമായ ഗോളാണ്. നമ്മുടെ മത്സരം ഇത് ആരംഭിക്കുകയാണ്. ഇടവേള പകുതി സമയത്തിന് ശേഷമുള്ള കളി ആരംഭിക്കുകയാണ്. ഈ മത്സരത്തിൽ ആര് ഈ ട്രോഫി കരസ്ഥമാക്കൂ എന്നുള്ള
അത്യന്തം വാശിയോടെയുള്ള മത്സരം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ നേടി സമനിലയിൽ മത്സരം പുരോഗമിക്കുകയാണ്. ഉള്ള ആൾക്കാരെ മൊത്തം അതൊക്കെ ഫൗളാ. ഇവർക്ക് ഹൈറ്റ് കുറവല്ലേ, ഇവർക്ക് ഹാൻഡ് വിളിക്കാൻ പറ്റുകയല്ലേ, ഇവരുടെ ഹാൻഡിൽ വിളിക്കരുത്. ഹാൻഡില്ല, ചുമ്മാ ഇവർക്കൊക്കെ ഹാൻഡ് വിളിക്കുക, ഇവർക്ക് ഹാൻഡ് ഇല്ലാത്ത. ഒരു കളിക്ക് ബാക്ക് പാസ്. ഒറ്റ ഗോളാണ്. അല്ലേ ഇത് ഫൈനൽ മത്സരത്തിൽ രണ്ട് അതിരമ്പുഴ ടീം ഒരു ഗോൾ നേടിയിരിക്കുന്നു. ഗോൾ എടുത്തുണ്ടോ? കാണികൾ കളിക്കാരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. കളിയുടെ അവസാന നിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്രോഫി ആര് കരസ്ഥമാക്കുമെന്ന് കാണുവാനുള്ള ആകാംക്ഷയോടെ നിൽക്കുന്ന നിങ്ങൾ അവർക്ക് വേണ്ട പ്രോത്സാഹനം നമ്മൾ ചെയ്തു കൊടുക്കുക. കോർണർ കോർണർ കോർണർ. ഞങ്ങൾ കോർണറിനാണ് പ്രോത്സാഹിപ്പിച്ചത്. ആർക്കാ വെള്ളം? കളി കളിക്കൂ. അവന് എന്നാണ് തീർന്ന മൂലിക്കില്ലേ, അതിന് കിട്ടിയ അടിക്കാം. ബൈക്ക് ഓളിയൊക്കെ ലിറ്റിൽ പീപ്പേഴ്സ് വിപുലമായ ഒരു കോർണർ കിക്കായി ബോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, ചെക്കാനുണ്ടല്ലോ. ഭയങ്കര വാശിയാണ്.
അണിയിച്ചൊരുക്കിയ ഈ ടൂർണമെന്റുകളിൽ പങ്കെടുത്ത അതിരമ്പുഴ പഞ്ചായത്ത് ടീം അംഗങ്ങൾക്കും അതിരമ്പുഴ പള്ളി ടീം അംഗങ്ങൾക്കും ലിറ്റിൽ പീപ്പിൾസ് A&B ടീം അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും. നമ്മുടെ ഈ മത്സരം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങൾക്കും ഇത് കണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ച സഹൃദയരായ എല്ലാ നാട്ടുകാർക്കും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. നന്ദി വിളിക്കണ്ട. അടുത്തതായി നമ്മുടെ കളിയുടെ സമാപിച്ചിരിക്കുന്നു. വിജയികൾക്കുള്ള സമ്മാനദാന പരിപാടികളാണ് നടക്കുന്നത്. ത്തിലേക്ക് പങ്കെടുക്കാനെത്തിയ നമ്മുടെ ICH കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ICHൻ്റെ കുട്ടികൾ ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ KP ജയപ്രകാശിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്പോർട്സ് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരു ആക്റ്റീവ് പേഴ്സണ് തീർച്ചയായിട്ടും എക്സസൈസും ഇതുപോലത്തെ ആക്ടിവിറ്റീസും എൻ്റർടൈൻമെൻറ്റും ഒക്കെ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പം നിങ്ങളുടെ പല സ്ഥലത്തു നിന്ന് വന്നവരാണ്, വലിയ കൂട്ടം. എനിക്ക് പലരെയും സിനിമയിൽ കണ്ട് പരിചയമുള്ള പോലെ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മാച്ചിൽ വിജയി തോൽവി ഒന്നുമില്ല. എൻജോയ് ചെയ്യുക, എൻജോയ് ടു ദ കോർ. അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമ്മാനദാനമാണ്. നമുക്ക് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള മെഡൽ വിതരണം ചെയ്യുകയാണ്. ആദ്യം 2 മത്സരങ്ങളിലും പങ്കെടുത്തിരിക്കുന്ന പാർട്ടിസിപ്പൻസ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരുടെ ടീമിലെ പാർട്ടിസിപ്പൻസിന് മെഡൽ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളും.
അല്ലല്ല രണ്ടുപേരും ഒരു സ്ഥലത്ത് അല്ല ബെസ്റ്റ് പ്ലെയർ ഈ മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിരമ്പുഴ പള്ളിയിലെ ഫാദർ നൈജിൻ. ഫാദറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. 2 കളിയിൽ നിന്നായി 5 ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അടുത്തായി വിജയികൾക്കുള്ള മെഡൽ വിതരണമാണ്. ടീം അംഗങ്ങൾ വന്ന് മെഡൽ ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലല്ല അടുത്തായി ഫൈനൽ മത്സരത്തിൽ റണ്ണേഴ്സപ്പ് ആയ ടീമിനാണ് ഈ ഏഷ്യൻ കപ്പ് നേടിയ സ്റ്റാർ ബ്രോസ് ടീമിനെ വേദിയിലേക്ക് കപ്പ് തന്നെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ആദ്യ അവസാനം ഈ മത്സരം കാണാനും ഇവരെ പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ വന്ന എല്ലാ കാണികൾക്കും, എല്ലാ അതിരമ്പുഴയിലെ എല്ലാ നാട്ടുകാർക്കും വളരെയധികം നന്ദി അർപ്പിക്കുകയാണ്. സമ്മാനദാനത്തിൽ വന്ന നമ്മുടെ ICCയിലെ സൂപ്രണ്ട് ജയപ്രകാശ് സാറിനും നന്ദി പറയുന്നു. ഇനിയും ഇവർക്ക് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഇത് ഒരു നല്ലൊരു വേദിയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരാശികളും ഇനിയും നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി പോയ വേൾഡ് കപ്പ് ഇൻവിറ്റേഷൻ ഇനിയും നിങ്ങൾക്ക് കിട്ടി അവിടെ പോയി മത്സരിക്കാനുള്ള, വേൾഡ് കപ്പിൽ മത്സരിക്കാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരുവാണ്. പീപ്പിൾസിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് ഇവിടെ പങ്കെടുത്ത എല്ലാ മീഡിയാസും ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, അങ്ങനെയുള്ള എല്ലാ മീഡിയാസും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഞാൻ നല്ല രീതിയിൽ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ സംഗീതം അവതരിപ്പിച്ച വയലിനിസ്റ്റ് ജോമോൻ ചേട്ടനും ഇതിൻ്റെ എൻ്റെ സുഹൃത്തുക്കളെ കൂടിയാണ് സാവിച്ചാനും തോമസേട്ടനും എല്ലാവിധ നന്ദിയും ഞാൻ അർപ്പിക്കുകയാണ്. സൗണ്ടിന് നന്ദി അവർക്കും. സ്നേഹമുള്ളവരെ, ഞങ്ങൾ അതിരമ്പുഴ പള്ളിയുടെ പേരിലുള്ള അച്ഛന്മാരുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് 2 ലിറ്റിൽ പീപ്പിൾ ഗ്രൂപ്പിൽ ഏറുകയാണ്. വികാരിച്ചിൻ്റെ പേരിലും ഞങ്ങളുടെ അച്ഛന്മാരുടെയും
ഈ ഇടവക്കാരുടെ മുഴുവനും. അതോടൊപ്പം തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങളുണ്ട്, നമ്മുടെ യങ്സ് ടൈംസ് ഉണ്ട്. ഇന്ന് പ്രോഗ്രാമൊക്കെ ഇവിടെ അവതരിപ്പിച്ചവർക്കും വികാരിച്ചിൻ്റെ പേരിലും ഈ ഇടവകയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ആശംസകളും. നിങ്ങൾ ഈ ഉത്തരവാദിത്തം വളർന്നു വരട്ടെ കേട്ടോ. ഓക്കെ. ഈ ഗ്രൗണ്ട് തന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇതിൻ്റെ ആദ്യ അവസാനം ഈ ഒരു പ്രോഗ്രാം ഇവിടെ ആദ്യമേ നടത്താൻ തന്നെ തീരുമാനിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്തത് വികാരിച്ചൻ ജോസഫ് മുണ്ടത്തിൽ അച്ഛനോടായിരുന്നു. അച്ഛനാണ് ആദ്യം അവസാനം വരെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ സപ്പോർട്ടും തന്ന് ചെയ്തത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നന്ദി പറയുന്നത് വികാരിച്ചനോടാണ്. അതിന് വികാരിച്ചൻ്റെ എല്ലാവിധ ഞാൻ നന്ദി ഈ സമയത്ത് അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, ഞങ്ങൾ ലിറ്റിൽ പീപ്പിൾസിൻ്റെ കളി നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. എങ്ങനെയുണ്ടായിരുന്നു കളി? സൂപ്പറല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനൊരു വേദി ഞങ്ങൾക്ക് ഇവിടെ തന്ന എൻസയും അവർക്കും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും ലിറ്റിൽ പീപ്പിൾ ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഞങ്ങളെ പരസ്യം തന്ന് സഹായിച്ച 1-2 സ്ഥാപനങ്ങളുണ്ട്. ഏറ്റുമാനൂർ ഗ്രാൻഡ് അരേന കൺവെൻഷൻ സെൻറ്റർ, ടൗൺ സൂപ്പർ മാർക്കറ്റ്, മാന്നാനം KE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പൽ, എല്ലാവർക്കും ഞങ്ങളോട് സഹകരിച്ച മാന്നാനം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി, അതിരമ്പുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി, ഏറ്റുമാനൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി ഞങ്ങളോട് സഹകരിച്ചു. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും എൻസൈൻസിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്